നല്ല നാടൻ ചിക്കൻ കറിയുടെ കൂടെ നല്ല നൈസ് പത്തിരി ആയാൽ എങ്ങനെ ഉണ്ടാവും? ഗംഭീരാവും അല്ലേ? അപ്പോൾ നമുക്ക് നൈസ് പത്തിരി എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കുക. ഏത് കപ്പിലാണോ നമ്മൾ വെള്ളം അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ ആയിരിക്കണം നമ്മൾ അരിപ്പൊടിയും ചേർക്കാൻ. 1.5 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും ചേർത്തതിന് ശേഷം വെള്ളം നന്നായി തിളപ്പിക്കുക. വെള്ളം ഇങ്ങനെ നന്നായി വെട്ടി തിളയ്ക്കുന്നതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഇടിയപ്പം പൊടിയോ നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഇടിയപ്പം പൊടിയും നമുക്ക് പത്തിരിക്ക് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയുടെ ബ്രാൻഡിനനുസരിച്ച് അതിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് മുന്നേ തിളപ്പിച്ചെടുക്കേണ്ടത്. അരിപ്പൊടി കുറച്ചായി വെള്ളത്തിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അരിപ്പൊടിയുടെ മിക്സ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചൂടോടെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇത് അധികം ചൂടാറുന്നതിന് മുന്നേ തന്നെ നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇത് കുഴയ്ക്കാൻ എളുപ്പമാവുന്നതിന് വേണ്ടി ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഒരു തവി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ടോ നന്നായി ഉടച്ചെടുത്ത ശേഷം നമുക്ക് ഇത് കൈ ഉപയോഗിച്ച് കുഴയ്ക്കാവുന്നതാണ്. ഇനി ഈ മാവ് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ അല്പം നല്ല വെള്ളം എടുത്തതിന് ശേഷം കൈയൊന്ന് അതിൽ നനച്ചെടുത്ത് മാവ് നന്നായി പ്രസ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. 3-4 മിനിറ്റ് ഇങ്ങനെ നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിത് പത്തിരി പരത്താൻ ആവശ്യമായ ബോൾസായി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ആവശ്യമായ പത്തിരിയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ബോൾസ് തയ്യാറാക്കാം. ഈ ബോൾസ് ഒരു പാത്രത്തിൽ അടച്ച് തന്നെ വെക്കണം. പത്തിരി പരത്താനായി ബോൾസ് എടുക്കുമ്പോഴും വീണ്ടും ഈ അടപ്പ് അടച്ച് തന്നെ വെക്കുക. ബോൾസ് ചൂടാറാതെ തന്നെ പരത്തിയെടുക്കുമ്പോഴാണ് പത്തിരി നമുക്ക് സോഫ്റ്റായും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പായും നമുക്ക് കിട്ടുകയുള്ളൂ. അതിനായി ഇത് അടച്ചു വെച്ച് തന്നെ പരത്താൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ബോൾ കയ്യിലെടുത്തതിന് ശേഷം അതൊന്ന് കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ ഈ ചപ്പാത്തി പലകയിൽ വെച്ചോ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. നന്നായി ക്രാക്സ് എല്ലാം പോയ ശേഷം ഈ മാവ് നമുക്ക് ആവശ്യത്തിന് പത്തിരിപ്പൊടി മിക്സ് ചെയ്ത് നന്നായി പരത്തിയെടുക്കാം. മാവ് വേണമെങ്കിൽ പത്തിരി പരത്തുന്ന പ്രസ്സിലും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ബോൾസ് എല്ലാം തന്നെ നമുക്ക് ആവശ്യമായ പത്തിരിയുടെ വലുപ്പത്തിനനുസരിച്ച് എടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് വലുതായാണ് പത്തിരി പരത്തിയെടുക്കുന്നത്. ചുട്ടെടുക്കാനുള്ള എളുപ്പത്തിനും പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 1 കപ്പ് മാവ് ഉപയോഗിച്ച് എനിക്കിവിടെ 12ഓളം പത്തിരി കിട്ടിയിട്ടുണ്ട്. ഇനി പത്തിരിയെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അതിനായി ഓരോ പത്തിരി എടുത്ത് അതിലെ പൊടി നല്ല രീതിയിൽ തന്നെ തുടച്ചു മാറ്റണം. നന്നായി പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ ശേഷം ഒരു ചൂടായ പാനിലേക്ക് പത്തിരി ഇടുക. പിന്നീട് ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായി ഒന്ന് പ്രസ്സെല്ലാം ചെയ്ത് ചുട്ടെടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പത്തിരി നന്നായി പൊങ്ങി വരുന്നതായി കാണാം. അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് പത്തിരി നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റാം. ഇങ്ങനെ എല്ലാ പത്തിരിയും ഓരോന്നു വീതം ചുട്ടെടുക്കാം.
വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പത്തിരി റെസിപ്പി നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.